பேரு பருந்த. அந்த பருந்து கீழ 100 பசங்க. ഇനി അടുത്ത ക്വാർട്ടർ ഫൈനൽസ് അല്ലേ? അടുത്തത് ക്വാർട്ടർ അല്ലേ? അല്ല പൈന്റ് നീ അത് റേസ് തുടങ്ങി അല്ലെ ഞാൻ ആഗോള ചർച്ചകളൊക്കെ ചെയ്യാതെ ഹാലൻഡ് വേഴ്സസ് മെസ്സി ആയിരിക്കുമല്ലോ സെമിയില്. ഇതെന്താ സ്ട്രൈറ്റ് ആണോ ഡ്രാഗ് ആണോ? അല്ല 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 അവിടെ കണ്ടില്ലേ? വഴി കണ്ട് ഇപ്പഴാ കണ്ടത്. മാറത്തോട്ടൊക്കെ ഒന്നോ മൂഞ്ചി ഉമ്പി 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 ഇതെന്ത് പാർക്കറോ? എങ്ങടാ ഇത് വേണ്ട ഇത് വേണ്ട അളിയാ വേണ്ട. ഈ വണ്ടി കൊണ്ടൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല അളിയാ. ഈ വണ്ടി കൊണ്ട് ഇതിനകത്ത് പോകാൻ പറ്റുന്നില്ല. ഇതേതോ പ്രാന്തനെ ഇത് ഞാൻ പറയാം ഇന്നൊരു മാപ്പ് ഉണ്ടാക്കി തന്നില്ല, നാളെ തന്നെ പറഞ്ഞു വിടുമെന്ന് ഫോർസക്കാർ പറഞ്ഞു. അവർ രാത്രി എന്തോ അടിച്ചു കയറ്റിയിട്ട് അപ്പൊ മറ്റേ ഗതി കെട്ട് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ മാപ്പാണ് ഇത്. മനസ്സിലായേ? ഇതൊക്കെ കളിച്ചാൽ നമുക്കൂടെ പ്രാന്തായി പോകും. 46 കിലോമീറ്റർ എന്തല്ലേ? ഫുള്ള് പ്രോപ്പർട്ടീസ് വെച്ചുണ്ടാക്കിയ സാരം. ഇതാരാ ഓടിച്ചു കളിക്കുന്നത്? കോച്ച് ഇറങ്ങാ മതിയല്ലേ? ഇറങ്ങാ മതിയല്ലേ? ഞാനല്ല, ഇവനാണ് ഗോകുവ. എടാ നിനക്കൊക്കെ തലയ്ക്ക് കുറച്ച് എങ്ങനെയാ ഇതൊക്കെ പറയട്ടെ? റഫറിയുടെ സപ്പോർട്ട് ഉണ്ട്. ഒരു വർഷങ്ങളായിട്ട് അടിക്കാണ്ട് ഒരു സപ്പോർട്ട് ഇല്ല. അർജന്റീനക്ക് റഫറി സപ്പോർട്ട് നല്ലവരാണെന്ന് പറയൂ. ഇതൊക്കെ എന്ത് സ്റ്റേറ്റ്മെന്റ്! ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ എടുത്തിരുന്ന് തലയില്ലാവിട്ടാക്കി വെക്കല്ലേ പ്രാന്തനെ വിവരമില്ലാത്തവനെ പോലെയാണ് നിങ്ങളൊക്കെ പറയണ ലോജിക്കില്ല. എന്നുവെച്ചാൽ ആ ബോളിന്റെ സെൻസറാ ഫുള്ള് VAR ഒക്കെ ഉള്ളതുകൊണ്ട്. എടാ പണ്ടത്തെ ഫുട്ബോൾ വെച്ചാണെങ്കിൽ നേരത്തെ മറ്റേ റിവ്യൂ മറ്റേ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ റഫറിയുടെ ഡിസിഷൻ ഫൈനൽ ഡിസിഷൻ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം ഈ വാർ മറ്റേ ഇതെല്ലാം ഉള്ളത് കൊണ്ട് പ്രോപ്പർ ആയിട്ടാണ് പോണേ. അങ്ങനെ ഒരു റഫറി വെച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പടച്ചു വിടുന്ന ഇതൊക്കെ മറ്റേ അന്തം ഫാൻസ് പറയണ. നിങ്ങളത് ഏറ്റുപിടിക്കല്ലേ, കുറച്ച് ബുദ്ധി കാണിക്കുക, കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വേൾഡ് ലീഗാണ്. എത്ര രാജ്യം എത്ര ആൾക്കാര് കാണുന്നതാണ്. അതും ഒരു നെയ്മറിന് യെല്ലോ കാർഡ് കിട്ടിയ നെയ്മറിന് യെല്ലോ കാർഡ് കിട്ടി. എന്തായാലും 5 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. ഇനിയിപ്പോ 2 റെഡ് കാർഡ് പിടിച്ചാലും എന്ത്? പാവപ്പെട്ടവൻ ഇനി എന്തൊക്കെ കേക്കേണ്ടി വരുമെന്നാ. നെയ്മറിനെ ഇറക്കി എന്ത് നേടി? യെല്ലോ ഒന്ന് ഷൂ. അതൊക്കെ എന്ത് സ്റ്റേജ് സത്യം. നെയ്മർ പാവം. അവന്റെ കാര്യം ആലോചിക്കുമ്പോ കളിക്കാനും പറ്റിയില്ല, വന്ന് കേറിയതാ. അത് തോക്കുകയും ചെയ്യുന്നത് ഇനി അവന്റെ തലയിലോ. അത് മഞ്ഞക്കാട് കിട്ടി. മഞ്ഞക്കാടും കിട്ടി. അടിയായാ ഇനി അതൊക്കെ പറ്റും. അടിച്ച ചത്തോ? അവര് തമ്മിലടിയായത്. എംബാപ്പ 7 ഗോള്, മെസ്സി 7 ഗോള്, ഹാലൻഡ് 7. എംബാപ്പ അടിച്ചിരുന്നല്ലേ? ഇത് ഹാലൻഡിന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് ആണോ ഇത്? ഹാലൻഡ് ഇതാ ഫസ്റ്റ് വേൾഡ് കപ്പാ. അതിനെന്താ പറയണത്? ഡെബ്യൂട്ട് എന്നല്ലേ പറയുന്നത്? ഡെബ്യൂ. ഓക്കെ, അങ്ങനെ. എടാ നീ ഒരു CBSE അല്ലേ? FUNDA ഇങ്ങനെ പോണേ.
എടാ എല്ലാരും സ്പീഡ് 2x ഹലോ 2x പോണേ? ഞാൻ പതിനൊക്കെ പോവാണ്. സോയി വിളിക്കില്ല മിസ് എന്താ ഇത് ഗ്രില്ല് കൊണ്ട് ഞാൻ പോവാ. വിളിച്ച് പോയി എന്റെ പേര് വിളിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മാനം കൊണ്ട് എന്തോ കാണിക്കുന്നത്. ഞാൻ തള്ളിയൊന്നുമില്ല. അങ്ങോട്ട് കളിയാ ഗോകു. അപ്പൊ എന്താ ഇത് നീ എങ്ങനെ എടുത്തി? എന്തത്? കളിയാ ഊമ്പി കളിയാ. മേലെടുത്താ എന്ത് വണ്ടി ഇത്? XP ഫാം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയല്ലേ? ആ. ഏതിക്കൂടെ ഏ? എന്താടാ XP ഫാം ചെയ്യാൻ കളിയാ ദേ നെയ്മർ ദേ ഗ്രൗണ്ടിൽ നെയ്മർ. ഹലോ ദേ ഇവിടെ ഫുട്ബോൾ കളി നടക്കണം. പെട്ടെന്ന് വാ എല്ലാരും വാ. ഇത് ഞാൻ സ്പീഡ് നോക്കിട്ട് ഇട്ട ഇതാണോ? കളിയാ ഒരു സ്പീഡ് റേസ് ഇടാൻ പറഞ്ഞപ്പോ മനുഷ്യനെ കൊല്ലുന്ന. ഇത് മറ്റേ ടയർ ഇട്ടത് വണ്ടിയുടെ. എന്താണിത്? മാറ്റി വേറെ കളിയുടെ കോവു. ഫുള്ള് ചവിട്ടൽ മനസ്സിലായ ആ മഞ്ഞാകണം വന്നു കഴിഞ്ഞാ പൊളിച്ചു. പിന്നെ ഞാനിപ്പോഴും 3% ആയതേ ഉള്ളൂ. നിങ്ങളൊക്കെയോ? 8. മിസ്സായ അപ്പൊ ഞാനേ ഊമ്പി മിസ് ചെയ്ത്. ഏതോരം മിസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് അല്ല നീ എന്നാലും ഫ്രണ്ടാണ്ടായിരിക്കുന്ന 14%. ആ ഓക്കെ. അത് ബഗ്ഗായിരുന്നു. കോച്ചിന്റെ പോക്ക് കണ്ടിട്ട് പേടിയാണ്. കോച്ച് ഇടിക്കല്ലേ. നെയ്മർ പെനാൽറ്റി ഗോൾ അടിച്ചാ സെറ്റ്. ഇവിടെ ഉമ്മ വെച്ചിരിക്കുന്ന ചെക്ക് പോയിന്റ്. എന്നെ ഇടിക്കാമോ പോടാ. ഞാൻ കോച്ചിന്റെ അടുത്ത് പോലും ഇല്ല. താണ്ടി പോയടാ. താണ്ടി പോണ്ടേ പിന്നെ റേസ് ആകുമ്പോ ഇടിച്ചിരിക്കുണ്ടാ. ബ്രേക്ക് അടിക്കണ ഒന്ന് ഇടിച്ചിരിക്കുണ്ടാ. താണ്ടി പോയതാ. പിന്നെ അത് നിങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. നെയ്മർ ഗോൾ അടിച്ചേ പെനാൽറ്റി. പക്ഷെ 2-1 സമയമില്ല. ടൈം അതെ താങ്ക്സ് അളിയാ. കണ്ടല്ലേ നീ അത് കണ്ട് ബ്രേക്ക് പിടിച്ചല്ലടാ മാറി. അതാരെ എന്നെ അവസാനം വന്നിടിച്ചത്. ആ ഇടിച്ചിട്ട് വളഞ്ഞു പോയി. നേരെ വിട്ടറിഞ്ഞ് വിട്ട കളിയാ. കിടില റോഡാ. ഈ റേസ് R12 നൈസ് ആയിരിക്കും. ഇവരുടെ വെച്ച് നോക്കിയേ. എന്താടാ ഈ റേസ് R12 വീൽ ബേസ് നൈസ് ആയിരിക്കും. വെച്ച് നോക്കിയേ. ഓ ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് സമയം എന്താ? R12 കൈ ഊരിയിരിക്കും. അത് കൈ കിട്ടിയടാ. ആ കയ്യിലിരിപ്പുണ്ട്. അതല്ല ആട്ടുള്ളിരിപ്പുണ്ട് ഇവിടെ. ഞാൻ എറണാകുളത്ത് വെക്കുന്നില്ല, ഇവിടെ വെക്കുന്നില്ല. അല്ല ചെയ്ത് അത് അടുത്ത് ഉടനെ വരും. എഡിറ്റ് ചെയ്യാ. എന്താടാ എന്തൊക്കെയുണ്ട് അളിയാ? കാര്യം പറ. അളേ ഊമ്പി എന്തൊക്കെയാണ് സുഖങ്ങളൊക്കെ തന്നെ? ഏതളിയാ? അതായിരുന്നു ചെക്ക് പോയിന്റ് മിസ്സറാ.
ചെക്ക് പോയിന്റ് മിസ് അല്ല അത് റീവൈൻഡ് കാണിക്കുന്നതല്ല. റോബി ഇങ്ങനെയൊന്നും എല്ലാം തോന്നണം കേട്ടോ വഴി. വല കാണിക്കുന്നതല്ലേ പോയാൽ മതി. ആ എന്റെ മിസ്സായിരുന്നു. എനിക്ക് മിസ്സായിട്ട് കാണിക്കുന്നില്ല എവിടെ. ഞാനും എത്തിയേ. കാണിക്കുന്നില്ല. ஆனா அது அந்த மார்க்கர் காணிக்கும் படுறா, ஆரோ மார்க் காணிக்காது, அந்த மார்க்கர் காணிக்கும். എടാ ഗോകുവേ, എങ്ങനെയാടാ ഇങ്ങനത്തെ തന്തയില്ലാത്ത മാപ്പ് കറക്റ്റ് കണ്ടുപിടിച്ചത്? ആ തേഞ്ഞ് സാധാരണ മാപ്പിലൊക്കെ എടുക്കുമ്പോ തന്തയില്ലെങ്കിലും ഒരു ബന്ധുക്കളെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലും ഇല്ലാത്തൊരു മാപ്പ്. ഒരിക്കൽ ഫ്രണ്ടി വരുന്നുണ്ട്. எங்கடா இது ரோடு? டேய் ഡേയ്, 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 ഓടാ. അഭിലാഷേ, എനിക്ക് തിരിയാൻ പറ്റില്ല. ഓയ്യോ എന്റെ നിലക്ക് വെക്കല്ലേടാ ഡീവാ. പാവത്തിന് പുതിയ പോണി ഞാൻ എവിടെ പോകും? എടാ ഞാനൊരു 4 പ്രാവശ്യം കറങ്ങിയിട്ട് എനിക്ക് ചെക്ക് പോയിന്റ് കിട്ടിയേ. എന്നാലും ഗോകു പൊളി മാപ്പ് കേട്ടോ. അതൊക്കെ അമ്മക്ക് ഭയങ്കര ബുദ്ധിയാണ്. നമ്മള് കറക്റ്റ് ചെയ്തോളാം. അതെ 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 ഈഗിളിന്റെ കാര്യം ഞാൻ കേട്ടായിരുന്നു. അതെന്തിനാ അളിയാ ഗോകു? അളിയാ നമ്മള് ഒരു മനസ്സാളിയാ. എടാ ഇത് EV ആണോടാ ഈ വണ്ടി? അല്ലല്ലല്ല, സൗണ്ട് ഉണ്ട് പക്ഷേ EV വണ്ടിക്ക് സൗണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് ആരുടെ അടുത്ത് ആരാ പറഞ്ഞേ? അത് വെറും മണ്ടത്തര. സൗണ്ടുള്ള EV വണ്ടിയൊക്കെ ഉണ്ട്. EVയില് ഡാൻസ് കളിക്കുന്ന മച്ചാനാണ്. ഞാൻ മുമ്പേ അളിയാ, അളിയാ ഞാൻ എന്റെ ചെക്ക് പോയിന്റ് മിസ്സായി. അളിയാ ഗോകു ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഗോകു അളിയാ കഴിഞ്ഞോ? മാച്ച് കഴിഞ്ഞോ? എന്റെ ബ്രസീല് തോറ്റടാ. എന്റെ നെയ്മർ പോയടാ. പക്ഷെ നെയ്മർ ലാസ്റ്റ് പെനാൽറ്റി അടിച്ചു. ഇനിയിപ്പൊ അത് ആശ്വസിച്ച് കിടന്ന് ഉറങ്ങിട്ടേച്ചി. ഓറ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മതി. കളി തോറ്റിട്ട് ഒരു ഇതെടുത്തെന്ന് പറഞ്ഞാ നീ ടർഫ് തോറ്റ് നീ ഒരു കില്ലെടുത്ത് ഓറ ഉണ്ടാവോ? അങ്ങനെയല്ല, ഞാൻ നെയ്മർ ഫാനാണ്. ഞാൻ നെയ്മറിനായതുകൊണ്ടാണ് ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നത്. 10 മാച്ചായിട്ട് നീ കളിക്കുന്നില്ല. 10 മാച്ച് കളിച്ച് ജയിച്ചോണ്ടിരിക്കുന്ന ടീം നീ 11ാമത്തെ മാച്ചൊക്കെ കളിച്ച് തോറ്റ്. അപ്പൊ നിന്റെ തലയിലല്ലേ ആവുള്ളത്? ശരി, എന്റെ കോച്ച് മുട്ടിച്ചു വന്നോളെ. കോച്ച് മുട്ടിച്ചു കളി കണ്ടായിരുന്നോ? കളി കാണണ ഇച്ചിരി സീൻ കളിയാണ്. ഹാലണ്ട് എന്തിന് കളി വൈകി വിഷയം കളിയായിരുന്നത്. കളി വിഷയമുള്ള കോച്ച് മുടിയും. അതാണ് ഞാൻ പറഞ്ഞല്ലോ. അഭിപ്രായന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അവിടെ എന്തിനാ അവന്റെ അവസ്ഥ എന്തിനാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഹാലണ്ടൊക്കെ ഇച്ചിരി സീൻ കളിയായിരുന്നു. ലാസ്റ്റത്തെ മോനിൽ എന്തൊരു കളിയാണ് കളിക്കുന്നത്. കുഴപ്പമില്ല. ഇതിപ്പോ 70 മിനിറ്റിലാണ് വന്നത്. കുഴപ്പമില്ല. അല്ല നെയ്മർ 70 മിനിറ്റിലാണ് വന്നത്. കുഴപ്പമില്ല. ഞാൻ ഫുള്ള് കളിച്ചത്. ഇല്ല അല്ല എന്നാലും പറയാനുള്ളമാര് കിടന്ന് പറയും. നിങ്ങൾ നോക്കിയ ഒരു 10 വീഡിയോങ്കിലും നിങ്ങൾക്കാണ് ബ്രസീൽ തോറ്റത് നെയ്മർ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 വീഡിയോങ്കിലും നിങ്ങൾക്കാണ് മിനിമം. ഇല്ല അവിടെ ഇപ്പൊ ഒന്നും ആക്ച്വലി ഒന്നും ഇങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നെയ്മർക്ക്.
നോർവേ കളിക്കുന്ന അവന്മാരുടെ ബോൾ കൺട്രോൾ അവന്മാരുടെ കാലിന്ന് ബോൾ പോകുന്നില്ല നോർവേയുടെ അമ്മാതിരി ബോൾ കൺട്രോള്. കർമ്മയില്ല കർമ്മ, അത് നിന്റെ തലയിൽ ഇങ്ങനെ അടിച്ചു കിട്ടിയാണ്. അതാ കിട്ടിയില്ലേ, ഇത് ഇപ്പൊ കിട്ടിയില്ലേ, ഇതാണ് ഇപ്പൊ കിട്ടിയില്ലേ, ഇപ്പൊ കിട്ടിയില്ലേ നിനക്ക്. ഇല്ല പിന്നെ നീ റീസൺ അടിക്കുന്നത് കണ്ട് അത് വിട് പിള്ളച്ച അത് വിട്, നിനക്ക് കിട്ടി. പക്ഷേ അത് എനിക്ക് കർമ്മ കിട്ടിയ. അയ്യോ ആ ഗോൾ കീപ്പർ ഇച്ചിരി സീനായിരുന്നു. അറിയാണ്ട് ഒരു ബോൾ പോസ്റ്റ് വീഴുണ്ടായിരുന്നു നോർവേയുടെ. അവൻ ചുമ്മാ ഒന്ന് കൈ തട്ടിയത് അപ്പുറത്ത്. അത് ഗെയിമിലും പുറത്തുമല്ല അങ്ങനെ തന്നെ, പുള്ളി പാലത്തിനടി പോകും. அது ஈகிலே கூட அவன்தான் அவ்வளோ வருவான் தரதுக்குள்ள. 3 മണി കഴിഞ്ഞാൽ പുള്ളി പാലത്തിനടിയിലാവില്ല. തെന്നിപ്പോയല്ലടാ, നീ തെന്നിപ്പോടാ, നീ തെന്നിപ്പോവും, ചില്ലറ കഴയല്ലല്ലോ നിനക്ക്. കോച്ച് അവിടുത്തെ ഒരു ആറ്റിൽ മുങ്ങി കുളിക്കുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരുവത്തുള്ള. എങ്ങനെ കോച്ച് ശബരിമലയോട് പോയിട്ട് വരത്തുള്ളൂ, സമയം എടുക്കുവോ പറയണോ? ഞാനൊരു കാര്യം പറയട്ടെ ടീമ, ഈ കളി ഉണ്ടല്ലോ ഹാൻഡ് ബ്രേക്ക് ഊരിയെ വിട്ടേക്കണം മൊത്തത്തിൽ, അതിൽ തൊട്ട ഊമ്പി. ഹലോ കോച്ചിന്റെ ശീതാവസ്ഥ പൊങ്ങി കേട്ടാ, അതാരല്ലോ ഒന്ന് ഒഴുക്കണേ. അയ്യോ ടീമ ചെക്ക് പോയിന്റ് മിസ്സായോ ഉനക്ക്? എനിക്ക് കർമ്മ കിട്ടിയേ, നിങ്ങളെല്ലാവരും വരണേ. ഹലോ ഞാൻ പറയട്ടെ, നമ്മൾ ഈ തമ്മിൽ തല്ലിയ സമയത്ത് ഒരു പുണ്ടച്ചുമോൻ ആ സ്ഥലവും വിറ്റ് കാശുമാക്കി, അതുകൊണ്ട് സെറ്റിലായി അവൻ. ഒരു കാര്യം ശ്രദ്ധിച്ചോണ്ട് ഗോക്കു, നമുക്ക് മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റാത്ത വണ്ടി ഗോക്കുവിന് ഓടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു 3-4 ആൾക്കെങ്കിലും ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഒന്ന് ഗോക്കുവിന് ഓടിക്കാൻ കുറച്ച് ഇതായിരിക്കും. നീ എന്റെ ലൈവ് എടുത്ത് നോക്കണം, ഞാൻ കറങ്ങി തിരിഞ്ഞ് ഒരു 10 പോയി. ഞാൻ ശരീരവും വയസ്സും വെച്ച് ഞാൻ വളർന്നിട്ടുള്ളൂ, മനസ്സ് വെച്ച് ഞാൻ വളർന്നിട്ടില്ല. എന്തിനു ഓടിപ്പോളിയോ, ഒരു മിസ്റ്റേക്ക് കാണിക്കളിയോ, എന്തൊരു കളിയാളിയാ, ഒരു മിസ്റ്റേക്ക് ഒക്കെ കാണിക്കളിയാ. ചന്ത പോയിട്ട് വാ. എടാ കഴപ്പ് നിനക്ക് ചില്ലറയല്ലോടാ നിനക്ക്, അതിന്റെ അതല്ല. അവന് ബ്രേക്ക് ഇല്ല, അവന് ബ്രേക്ക് ഊരി വിട്ടേക്കുവാ, പറന്നേ വരുള്ളൂ അവൻ. പോയിട്ട് വാ, ഓൾ ദ ബെസ്റ്റ്. ഞാനല്ല രണ്ടുപേര് പോയിരുന്നു. അല്ല എന്റെ ഫ്രണ്ടിൽ അങ്ങനെ സോയും കില്ലുവും അതൊക്കെ സ്കിൽസ്. ഓ കോച്ച് എന്നെ കൂടി വഴി തെറ്റിക്കാൻ വേണ്ടിട്ട് ചെക്ക് പോയിന്റ് ഇല്ലാത്ത മാപ്പിലായിരുന്നു, ഇതിപ്പോ എല്ലായിടത്തും ചെക്ക് പോയിന്റ്. അത് ചെക്ക് പോയിന്റ് ഒക്കെ വാലാകലം വെച്ചേക്കുന്ന ഈ മാപ്പൊക്കെ ആരെടുത്തത് എനിക്കറിയാം. മറ്റേ ചാറ്റിലെ മറ്റേ പയ്യനാവല്ലേ എങ്ങനെയൊക്കെയാണ് എന്നെ ഉപയോഗിക്കുന്നത്, എടാ എങ്ങനെയൊക്കെയാണ് നീ എന്നെ ഉപയോഗിക്കുന്നത്. ഓ തീർന്നു. പോയി.
പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ തലകുത്തിനെ പറഞ്ഞു വണ്ടി. എടാ ഞാൻ രണ്ടാമതല്ലേടാ. അത് എന്റെ അപ്ഡേറ്റ് കറക്റ്റ് അല്ലോ. ബാക്കിൽ അത് ബഗ്ഗായി. ഞാൻ സെക്കൻഡ് ക്ലാസ് കാണിക്കുന്നത്. അത് നീ ഇതൊക്കെ ഇല്ലാത്ത ശരിക്കും. അല്ല 20 പ്രാവശ്യം വണ്ടി പോകുന്നേ. റോയ് எப்படி ഫസ്റ്റ് വന്നു? സ്കിൽ മാച്ച് കാണാൻ പറ്റി. സത്യം. ഞാൻ ആയിട്ട് ലാസ്റ്റ് ആണ്. അടുത്ത വേൾഡ് കപ്പ് എടാ, വിഷയം കളിയാ. എടാ ഈ കളി ക്യാൻസൽ ചെയ്യ, ഈ കളി ക്യാൻസൽ ചെയ്യാ. പോയിന്റ് ടേബിൾ ബഗ്ഗാ. ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. ആഹാ. അയ്യടാ. എല്ലാവർക്കും ബഗ്ഗാ. കറക്റ്റ് നോക്കി കളിക്കാൻ പറ്റത്തില്ല. ഇത് ക്യാൻസൽ ചെയ്യാം. അല്ല ഇപ്പൊ നീ സെക്കൻഡ് എത്തിയടാ. നീ സെക്കൻഡ് എത്തി. ഇത് ബഗ്ഗാ. ഞാൻ ഒന്നാമതാ നിക്കുന്നത്. നീ ഒന്നാമതല്ലേ? ശരി. എന്റെ മനസ്സിൽ ഇത് പോയിന്റ് ഇല്ല ബഗ്ഗാണേ. ഇതെന്താ ലൂപ്പാണോ? ഇത് ലൂപ്പല്ല, അപ്പൊ ഇത് നിർമ്മിച്ചതാണ് നമ്മളെ. കോച്ച് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാ നിങ്ങള്? ഇതിന്റെ ബാക്ക് ഇലുമിനേറ്റഡ്. ഞാൻ ഇത്രയും മിസ്റ്റേക്ക് കാണിച്ചിട്ട് ആരും എന്താ കേറി വരാത്തെ? വന്ന് ഇത് പറയാത്തത് എനിക്ക് നല്ലോണം ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഞാൻ ഇവിടെ എത്തി ഇവിടെ വിളിച്ചാ ഞാൻ വെളിപ്പുറത്തുണ്ട്. വേണ്ട നീ പൊക്കോ. രായൻ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു രായൻ? നല്ല ഓമ്പിയ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് പോയാൽ. അല്ലെ രായനാണെങ്കിൽ PXM വെച്ച് കളിക്കാൻ വന്നു. ഓക്കെ, അത് മാറ്റി അവൻ ലോറ്റക്ക് ആക്കി. എന്നിട്ടും അവ ഇവിടെ നെയ്മർ കരഞ്ഞ. നെയ്മറിന് അധികം പ്രായമായിട്ടില്ലല്ലോ, അവനിനും കളിക്കാമല്ലോ. അവന് അവൻको 37 നിனைக்கிறேன். നോ അതെങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെ എടുത്തല്ലേ ടീമാ. ഊമ്പ് അവിടെ ആൻഡ്രിക് പിടിച്ച് നോക്കിയതാ, പോയി. ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മുടെ മുന്നിൽ പോകുന്നവൻ കണ്ട കയ്യാലപ്പുറത്തെല്ലാം കീറിയാ പോണേ. കാരണം ഞാൻ 5 വട്ടം വീണ്, അവനെപ്പോ അവിടെ 2 വട്ടം എന്തായാലും വീണിട്ടുണ്ട്. ഞാൻ ഊമ്പി ടീമാ ഊമ്പ്. എന്താണ് ഈ പിറകില് കിടക്കുന്നേ? കളി ജയിച്ചാളിയാ? തുള്ളി സുത്തി കിച്ചുവാ. ഒരു കളി ജയിച്ചാളിയാ നീ? അല്ലയാ പോയിന്റ് കിട്ടിയാളിയാ ഒരു കളിയെങ്കിലും? ഹലോ മനസ്സിലായി. അതാണ് ശരിയാ നീ പറഞ്ഞ കറക്റ്റ്. അതാ ഞാൻ വാങ്ങിച്ചില്ല. നീ വാങ്ങിച്ചായിരുന്നാ? ഞാൻ അതെടുത്താ. ശരി. പോയല്ലേ ജസ്റ്റ് ഒന്ന് കുറച്ച് തെറ്റായി പോകുന്നു. പ്രശ്നം ബ്രേക്ക് കിട്ടുന്നില്ല. തീർന്ന കഷ്ടപ്പെടണ്ട.
Dili not Dil- found. Dili Wait, not found. Dili not found. Arsiba, thank you so much for the kick. Thank you. 2-1-1 2-1-0. Uh,